ഹലോ കൂട്ടുകാരെ, കത്രിക വീട്ടിലുണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കത്രിക എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് പ്ലാന്റ് എടുത്താലും മതി, കത്രികയുടെ വലുത് അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി അരിഞ്ഞെടുക്കണം. ഒരുപാട് ചെറിയ പീസല്ല, ഒരു ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ മുഴുവൻ എടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിത് കുറച്ച് എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവിന് വേണ്ടി. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ വഴുതനങ്ങ അതിനകത്ത് കിടന്ന് കത്രിക്ക അതിനകത്ത് കിടന്ന് നല്ലപോലെ വേവണം. വെന്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാൻ തണുക്കാനായിട്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി മല്ലിയിലയും ഒരു നുള്ളു കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരച്ചെടുക്കരുത്, 1-2-3 പ്രാവശ്യം തിരിച്ചാൽ മതി, ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കളർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് പുളിക്ക് വേണ്ടി നമ്മൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം. വാളംപുളി പിഴിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കണം, നമ്മുടെ ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ പുളി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇളക്കുവാണ്. ഇളക്കിയതിന് ശേഷം നമ്മൾ പുളി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി പുളിയായിട്ട് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ ആ വഴുതനങ്ങ വറുത്തതിൻ്റെ എണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത്രേ ഉള്ളൂ. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീയൊന്നും കത്തിക്കേണ്ട, വളരെ ടേസ്റ്റി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.